ഇറാനെ തൊട്ടാൽ അമേരിക്ക കത്തും. കലിതുള്ളിയിരിക്കുകയാണ് റഷ്യ. കൃത്യതയോടുകൂടി തന്നെ ഇറാനുള്ള സർവ്വ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഔദ്യോഗികപരമായിരിക്കുന്ന നിലപാട് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ തന്നെ റഷ്യയുടെ മാധ്യമങ്ങളും മീഡിയകളും പ്രസിദ്ധീകരിച്ചു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: കൃത്യതയോടുകൂടി നിരീക്ഷിക്കുകയാണ് തങ്ങൾ ഇറാൻ്റെ അകത്ത് നടക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും. അവർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും തങ്ങൾ പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ചുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നു. ഒരിക്കൽ പോലും സർവാധിപത്യത്തോടുകൂടി അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് കീഴടക്കാൻ പറ്റുന്ന തരത്തിൽ ഇറാനിൽ അങ്ങനെ ഒരു ഭൂമികയില്ല. അങ്ങനത്തെ ഒരു നിലമല്ല ഇറാൻ എന്നുള്ളത് അമേരിക്ക വൈകിയെങ്കിലും മനസ്സിലാക്കും എന്നുകൂടി റഷ്യ ഇതിനോടനുബന്ധിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിലവിലെ കലാപ സാഹചര്യ അവസ്ഥകളൊക്കെ ആ പത്രങ്ങൾ കൃത്യമായ രീതിയിൽ വിശദീകരിച്ചു കൊണ്ട് തന്നെ പറയുന്നുണ്ട്. 2000-നും 2500-നും ഇടയിൽ പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആയത്തുള്ള അലി ഖംനായി എന്ന സുപ്രീം ലീഡറും അവരുടെ ആത്മീയ നേതാവിൻ്റെയും ആഹ്വാനം പറയുന്നത് ഇങ്ങനെയാണ്: പ്രക്ഷോഭകാരികളെ വെടിവെക്കുക തന്നെ ചെയ്യാം. അവരോട് ദയ കാണിക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് പറയുന്നത് അവർ രാജ്യദ്രോഹികളായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അമേരിക്കക്കും ഇസ്രായേലിനും അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുകയും മൊസാദ് സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് രാജ്യത്തിനെതിരെ പ്രക്ഷോഭകാരികൾ നടത്തുന്നത്. നിങ്ങളുടെ നേരെ, അതായത് സൈനികർക്ക് നേരെയോ ഗവൺമെൻറ് തലത്തിലുള്ള മേഖലയ്ക്ക് നേരെയോ പ്രക്ഷോഭകാരികൾ കയറി വരുന്ന സമയത്ത് അവരെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയിരിക്കുന്നു. ഇൻ്റർനെറ്റ് അടക്കമുള്ള എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങളും ഇപ്പോൾ മരവിച്ചിരിക്കുകയാണ്. ഒരു വിവരങ്ങളും ഇപ്പോൾ പുറത്തു പോകുന്നില്ല. ചില മീഡിയകളിൽ പറയുന്നത് ഇവിടെ നിന്ന് പുറത്തോട്ട് പോകാനുള്ള സാധാരണ മൊബൈൽ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്, എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നും പറയുന്നു. കാര്യം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന പ്രാദേശിക വിഷയങ്ങൾ മറ്റു ലോക രാജ്യങ്ങളിൽ വിപുലമായ രീതിയിൽ ചർച്ച ചെയ്യുകയും ശത്രുവായിരിക്കുന്ന അമേരിക്കക്കും ഇസ്രായേലിനും അത് പ്രചോദനം നൽകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കർക്കശവും കൃത്യവുമായിരിക്കുന്ന ചില നിലപാടുകൾ എടുത്തിരിക്കുന്നു ഇറാൻ ഗവൺമെൻറ് എന്ന തരത്തിലാണ്. മുൻപൊക്കെ പറഞ്ഞതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം, അതായത് അമേരിക്ക മുൻപ് പറഞ്ഞു വെച്ചതിൽ നിന്ന് ഒരുപാട് ബഹുദൂരം പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. മുൻപ് വലിയ രീതിയിലുള്ള പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങൾ ആയുധങ്ങൾ ഇറക്കാൻ വേണ്ടി പോവുകയാണ്, തങ്ങൾ തലസ്ഥാന നഗരിയായിരിക്കും തെഹ്റാൻ വളയാൻ പോവുകയാണ്, ഞങ്ങൾ സൈനികർ റെഡിയായിരിക്കുന്നു. ഈ കാര്യത്തിലുള്ള വലിയ പ്രോത്സാഹനങ്ങൾ ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത്തരം കണിശമായിരിക്കുന്ന നിലപാടുകളോ അഭിപ്രായങ്ങളോ അമേരിക്കയുടെ പ്രസിഡന്റ് ഭാഗത്തുനിന്ന് പുറത്തു വരുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരോ വാക്കുകൾക്കും ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അവർ പറഞ്ഞ അങ്ങനെ തന്നെയാണ്: നിലം കത്തുന്ന തരത്തിലുള്ള ആക്രമണം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ്റെ ചുണക്കുട്ടികൾ നടത്തുമെന്നുള്ളതാണ്. യുദ്ധത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇറാൻ. തങ്ങളുടെ ദേശത്തെ തൊട്ടാലോ തങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തെ തൊട്ടാലോ തങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ടാലോ അറേബ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സൈനിക സംവിധാനത്തിനും നിലനിൽപ്പില്ലാത്ത വിധം പുകപടകലങ്ങളായിട്ട് അത് മാറുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ നിമിഷങ്ങൾ ഒരുപാടൊന്നും കഴിയേണ്ടി വരില്ല എന്ന് പറഞ്ഞതോടുകൂടി ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ ട്രംപ് തന്നെ പിറകോട്ട് പോവുകയാണ്. ഇപ്പോൾ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സൈനിക വിന്യാസവും സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അതായത് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഇറാൻ്റെ കൈവശത്ത് ഇറാൻ്റെ തുറമുഖങ്ങൾ, അതിർത്തി കേന്ദ്രീകരിച്ചുള്ള തുറമുഖങ്ങൾ, ഓരോന്നിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അത് പറയുന്നത് ഇങ്ങനെയാണ്: പേർഷ്യൻ ഗൾഫിനെയും ഓർമുസ് കടലിടുക്കിൻ്റെയും ഭാഗമായിട്ടുള്ള ബന്ദർ അബ്ബാസ് തുറമുഖം, ബന്ദർ ബുഷർ തുറമുഖം, കൊമേനി തുറമുഖം, ഈ 3 മേഖലകൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈനിക സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. കാര്യം കടൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഈ മേഖല വളരെ പെട്ടെന്ന് തന്നെ അമേരിക്കയെ പരാജയപ്പെടുത്തുക, അതായത് അവരുടെ യുദ്ധക്കപ്പലുകൾ യുദ്ധ സംവിധാനത്തിൽ പാടെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത സ്ഥലം പറയുന്നത് ബർഗ് ദ്വീപാണ്. ബർഗ് ദ്വീപ് എന്ന് പറഞ്ഞാൽ ഒമാൻ കടലിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ഭാഗത്തുള്ള ചാബഹാർ തുറമുഖം, ഈ ബർഗ് ദ്വീപ്, ജാസ്ക് തുറമുഖം, ഈ മേഖലയിൽ റഷ്യയുടെ സൈനികരും ഉണ്ട് എന്ന് പറഞ്ഞു. ഇറാൻ സൈനികർ സംയുക്തമായ രീതിയിലാണ് ഈ ഭാഗങ്ങളൊക്കെ നിരീക്ഷിച്ചു വരുന്നത്. പിന്നെ കാസ്പിയൻ കടലിൻ്റെ ഭാഗമായിട്ടുള്ള അമീറാബാദ് ഈ തുറമുഖത്തും സംരക്ഷണ ഭിത്തി ഒരുക്കിക്കുന്നു. ഇതിലെല്ലാം 2 തരത്തിലുള്ള റിപ്പോർട്ട് പറയുന്നുണ്ട്. റഷ്യയുടെ സൈനികരോ അതല്ലെങ്കിൽ ചൈനയുടെ സൈനികരോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ തരത്തിൽ അവരുടെ ശരീരപ്രകൃതിയൊക്കെ കാണുന്ന സമയത്ത് അങ്ങനെ ഉണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിൽ തോന്നുന്നുണ്ട് എന്നുള്ളതാണ് പ്രാദേശിക റിപ്പോർട്ട് പറയുന്നത്.
അതോടൊപ്പം തന്നെ ഇപ്പോൾ അമേരിക്ക ഈ റഷ്യക്കെതിരെ ചുങ്കം ചുമത്തിയിരിക്കുന്ന ഒരു റഷ്യക്കും ചൈനക്കും എതിരെ, ചൈനയുടെ ഇപ്പോൾ റിപ്പോർട്ടായിട്ട് വന്നു, റഷ്യക്കും ഉണ്ട് എന്നാണ് പറയുന്നത്. 25% ഇറക്കുമതി ചുങ്കം, അതായത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്ന് ആ രാജ്യത്തേക്ക് എന്ത് വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുകയാണെങ്കിലും 25% ചുങ്കം അധികമായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സംവിധാനം. ഇതിനെ പ്രതിരോധിക്കാനും അതിജീവിക്കാനും തങ്ങൾക്ക് സാധിക്കും എന്ന് റഷ്യ അതിന് പ്രതികരിക്കുകയും ചെയ്തു. ഇപ്പോൾ റൂട്ട് മാപ്പ് നോക്കുന്ന സമയത്ത്, റൂട്ട് മാപ്പ് എന്ന് പറഞ്ഞാൽ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് റഷ്യയിലേക്ക് നിരന്തരം എന്ന് പറഞ്ഞ പോലെ പെട്രോളിയം പോയിക്കൊണ്ടിരിക്കുന്നു. ചൈനയിലേക്കും അങ്ങനെ ഉണ്ട്. ഈ മേഖല നിരീക്ഷണം നടത്തുന്നുണ്ട് അമേരിക്ക, അതേപോലെ തന്നെ ആകാശ നിരീക്ഷണം റഷ്യ നടത്തുന്നുണ്ട്. ഈ മേഖല ഒരു യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യങ്ങൾ വന്നാൽ അപ്പം തന്നെ വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും അമേരിക്കയ്ക്ക് ഉണ്ടാകാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ട്, ചില റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയും ഗവൺമെൻറ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തുർക്കിയിലും നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് ചില സമയത്ത് ഒരു പക്ഷേ രാജ്യത്തിൻ്റെ അകത്ത് ഒരു ആഭ്യന്തര പ്രക്ഷോഭങ്ങളോ വിഷയങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താ സാധ്യത എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിനെ ഇറാൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു, അമേരിക്കയും പരാജയപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിന് മുൻപിൽ നാണം കെട്ടിരിക്കുന്നു അമേരിക്കയും റഷ്യയും, അമേരിക്കയും ഇസ്രായേലും. ഒരു മുസ്ലിം രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അടിച്ച് പാപ്പരാക്കിയത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഒരു മുസ്ലിം രാജ്യം അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ സൈനിക കേന്ദ്രത്തെ ആക്രമിച്ചതും ആദ്യമായിട്ടാണ്. ആ പ്രവൃത്തികൾ മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സൈനികപരമായ രീതിയിൽ അവരെ പ്രതിരോധിക്കാനും പരാജയപ്പെടുത്താനും സാധിക്കുകയില്ല എന്ന് സ്ഥിരീകരിക്കപ്പെട്ടത്. അവർക്ക് സാധിക്കുകയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സാധിക്കുമായിരുന്നെങ്കിൽ അവരുടെ സൈനിക മേഖല ആക്രമിച്ച സമയത്ത്, അവരുടെ ആണവായുധ കേന്ദ്രം ആക്രമിച്ച സമയത്ത്, ശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തിയ സമയത്ത്, സൈനിക കമാൻഡർമാരെ കൊലപ്പെടുത്തിയ സമയത്ത്, സൈനിക കമാൻഡർമാരുടെ മേഖല ആക്രമിച്ച സമയത്തെല്ലാം പരാജയപ്പെടുകയും തോൽക്കുകയും ചെയ്യേണ്ടിയിരുന്നു യഥാർത്ഥത്തിൽ ഇറാൻ. അത് നടന്നിട്ടില്ല. അപ്പോൾ ഇതുവരെ മനസ്സിലാകാത്ത, കണ്ടെത്താൻ സാധിക്കാത്ത രീതിയിലുള്ള അതിഭയാനകരമായിരിക്കുന്ന ആയുധശേഷിയുടെ കലവറയുള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്നത്. എവിടെ വെച്ചിട്ടാണ്, എങ്ങനെയാണ് അതത് ഉപയോഗിക്കുക എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്, ആർക്കും അത് മനസ്സിലായിട്ടില്ല. അപ്പോൾ റഷ്യയുടെ റൂട്ട് മാപ്പ് ഇങ്ങനെയാണ്. റഷ്യയിലേക്കുള്ള റൂട്ട് മാപ്പ് തെഹ്റാനിൽ നിന്ന് കാസ്പിയൻ കടൽ വഴി ബന്ദർ അൻസലി തുറമുഖത്തിലൂടെ ആസ്ട്രാഖാൻ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഏകദേശം അതിർത്തിയായിട്ട് വരുന്ന ഭാഗമാണ്, അതിലൂടെ മക്കാച്ച് കാല വഴി മോസ്കോയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് എത്തുന്നതാണ് അവരുടെ കടൽ മാർഗമുള്ള കപ്പൽ റൂട്ട്. ഈ റൂട്ടിലാണ് റഷ്യയുടെ ഭാഗം കഴിഞ്ഞിട്ട് ചില മേഖലകളിൽ, അന്താരാഷ്ട്ര പാതയൊക്കെ ഉള്ള മേഖലയിൽ പിന്നെ ആർക്കും കപ്പൽ ഓടിക്കാൻ വേണ്ടി സാധിക്കും. ഈ മേഖലയിലൊക്കെ നിരീക്ഷണം നടത്തുന്നുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നത്. അത് ഇറാനിൽ നിന്ന് റഷ്യയിലേക്കുള്ള റൂട്ടാണ് നമ്മൾ പറഞ്ഞത്. പിന്നീട് ചൈനയിലേക്കുള്ള റൂട്ട് വരുന്നത് ചാബഹാർ തുറമുഖത്തിൽ നിന്ന് അറേബ്യൻ കടൽ വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ മലാക്ക കടലിടുക്ക് കഴിഞ്ഞുകൊണ്ട് ദക്ഷിണ ചൈനയിലൂടെ ഷാങ്ങായ് എന്ന് പറയുന്ന പ്രദേശത്തെത്തും. ഷാങ്ങായ് എന്ന് പറഞ്ഞ പട്ടണമാണ്, ആ പട്ടണം വെച്ചാൽ തുറമുഖമാണ്, ആ ഭാഗത്തേക്ക് എത്തും. ഇതാണ് ചൈനയിലേക്ക് ഉള്ള റൂട്ട്. ഈ റൂട്ടിൻ്റെ ചില ഭാഗങ്ങൾ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തോ അറേബ്യൻ കടലിൻ്റെ മധ്യഭാഗത്തോ ആയിട്ട് ഒരു അന്താരാഷ്ട്ര പാതയുണ്ട്. ഈ പാതയിലൂടെ ഏത് കപ്പലിന് എപ്പോഴും ആർക്കും അങ്ങോട്ട് അന്വേഷിക്കാനോ അല്ലെങ്കിൽ പിടിക്കാനോ തടയാനുള്ള അധികാരമില്ലാത്തത് കൊണ്ട് ഈ മേഖലയിലൂടെ അമേരിക്കയുടെ സൈനിക ബേസിൽപ്പെട്ട കപ്പലുകൾ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകൾ റോന്തിച്ചിട്ടുണ്ട്. ഇത് നിരീക്ഷിക്കാൻ വേണ്ടി ആകാശത്തിലൂടെ ചൈനയുടെ കപ്പൽ ഇങ്ങനെ നിരന്തരം പറന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്നത് ലക്ഷ്യമാക്കുന്നത് ഈ ഇറാനെയാണ്. ഇറാനെ ലക്ഷ്യമാക്കുന്നത് എന്തിനാ? ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ കിട്ടിക്കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യത്തിലേക്കൊക്കെ വലിയ രീതിയിലുള്ള ടാക്സ് നൽകിക്കൊണ്ട് ഈ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കും. അഥവാ ഇപ്പോൾ ചുമത്തിരിക്കുന്ന ചുങ്കം എന്ന് പറയുന്നത് 25%. അത് ചൈനക്കും റഷ്യക്കും മാത്രമാണ് ബാധകം. ഇനി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കപ്പൽ സഞ്ചാരം നടത്തുന്നത്, പെട്രോളിയം വഹിച്ചുകൊണ്ട്. അത് മിഡിൽ ഈസ്റ്റിലുള്ള കപ്പലുകളും ഈ മേഖലയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇതിലൊരു നിയന്ത്രണം അമേരിക്ക കിട്ടി കഴിഞ്ഞാൽ ദശകോടികളുടെ പണം ഒരു ദിവസം പോലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ, കാര്യം അവരുടെ നിയന്ത്രണത്തിലായി. ഇറാൻ വീണ് കഴിഞ്ഞാൽ പിന്നീട് അവിടെ പാവ സർക്കാരാണ് വരിക. ആ പാവ സർക്കാർ നിയന്ത്രിക്കുന്ന അമേരിക്ക ആയിരിക്കും. മറ്റൊരു എതിർത്ത് കൊണ്ട് വരെ പരാജയപ്പെടുത്താനൊന്നും സാധിക്കില്ല. ഇപ്പോൾ എങ്ങനെയാണോ ഇറാഖ് ഇപ്പോൾ സൈലൻ്റാണ്,
ഒന്നും സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. ലിബിയ ഇപ്പോൾ സൈലൻ്റ് ആണ്, ഒന്നും സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. സുഡാൻ അങ്ങനെയാണ്, ഈജിപ്ത് അങ്ങനെയാണ്. അവിടെ ഒന്നും അമേരിക്കക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ എതിരായിരിക്കുന്ന ഒരു ശബ്ദം ഉയരാത്ത വിധത്തിൽ അവരെ അടിച്ചൊതുക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്കക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നു. സമാനമായിരിക്കുന്ന സ്ഥിതി ഇറാനിലും വന്നാൽ, ഇറാനിനെ കുറിച്ച് അവർ ആലോചിക്കുന്ന കാര്യം അല്ലെങ്കിൽ പറയുന്ന കാര്യം തന്നെ ഇങ്ങനെയാണ്: ഇറാൻ വീണ് കഴിഞ്ഞാൽ വെറും ഇറാൻ രാജ്യം മാത്രമല്ല, ചുറ്റുഭാഗത്തുമുള്ള അറബ് രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റും ബന്ധപ്പെട്ട എല്ലാ മേഖലയും വീഴുന്നതിന് തുല്യമായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ എതിർത്ത് സംസാരിക്കാൻ ഒരു ശബ്ദമില്ലാത്ത രീതിയിൽ, പ്രതിരോധിക്കാൻ വ്യക്തിയില്ലാത്ത രീതിയിൽ ചൈനയെ നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തിയാൽ സാധിക്കും എന്ന് 100% അമേരിക്കക്ക് ഉറപ്പാണ്, ചൈനക്ക് ഉറപ്പാണ്, ഈ ഇസ്രായേലിന് ഉറപ്പാണ്. ആ റൂട്ടിലൂടെയാണ് ഇത് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കുന്ന രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം, അതേപോലെ തന്നെ റഷ്യ എന്ന് പറയുന്ന രാജ്യം. അതുകൊണ്ട് ഒരു മഹായുദ്ധത്തിൻ്റെ ആരംഭമായിട്ട് തന്നെ ഇത് അവസാനിക്കൂ. അതായത് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇറാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് അവിടെ വരാൻ പോകുന്നത് മഹായുദ്ധമാണ്. അമേരിക്കക്ക് മൊത്തത്തിൽ തീയിടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.